തമിഴ്നാട് മുഖ്യമന്ത്രിക്ക് വിജയ്ക്ക് കത്തയച്ചിരിക്കുകയാണ് കർണാടക മുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാർ. അടുത്ത മാസം 3-ന് ബംഗളൂരുവിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള കത്താണിത്. കാവേരി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാം എന്ന് കത്തിലുണ്ട്. കെ.ബി. ശ്രീധരൻ വിവരങ്ങളുമായി തുടരുന്നുണ്ട്. ശ്രീധരന് കാവേരി നദീജല തർക്കം അതുൾപ്പെടെ നിരവധി തർക്കങ്ങൾ സമീപ സംസ്ഥാനങ്ങളായ കർണാടകവും തമിഴ്നാടും തമ്മിൽ വർഷങ്ങളായി ഉള്ളതാണ്. ബന്ധം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി എന്തൊക്കെ അജണ്ടയിൽ വെച്ചുകൊണ്ടുള്ള ചർച്ചയാണ് നടക്കാൻ പോകുന്നത്? തമിഴ്നാട് മുഖ്യമന്ത്രി ഈ ക്ഷണത്തോട് പ്രതികരിച്ചിട്ടുണ്ടോ? രതീഷ്, തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഇക്കാര്യത്തിൽ ഒരു പ്രതികരണം വന്നിട്ടില്ല. കഴിഞ്ഞ ആഴ്ചയാണ് വിജയ് ഒരു കത്ത് എഴുതുന്നത് മുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാറിന്. അതായത് ഈ കാവേരി നദീജല തർക്കവുമായി ബന്ധപ്പെട്ട് ഒരു പരിഹാരം രണ്ട് സംസ്ഥാനങ്ങളും തമ്മിൽ ഇടപെട്ടുകൊണ്ട് ഉണ്ടാക്കാം, അതിനുവേണ്ടി ഒരു സമവായ ചർച്ച വേണം എന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് വിജയ് കത്തയച്ചിരുന്നു. ഈ കത്തിന് മറുപടിയായാണ് ഓഗസ്റ്റ് 3-ാം തീയതി ബംഗളൂരുവിൽ വെച്ച് ഒരു കൂടിക്കാഴ്ച നടത്താം എന്നുള്ള ഒരു ആവശ്യം, അല്ലെങ്കിൽ ചർച്ച നടത്താം എന്നുള്ള ഒരു മറുപടി ഡി.കെ. ശിവകുമാർ നൽകിയിരിക്കുന്നത്. ഈ രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിൽ ഏറ്റവും വലിയ തർക്കം നിലനിൽക്കുന്നത് കാവേരി നദിയിലെ വെള്ളവുമായി ബന്ധപ്പെട്ടാണ്. ഇരു സംസ്ഥാനങ്ങൾക്കും ഈ വെള്ളം ഏറ്റവും പ്രധാനമാണ്. പ്രത്യേകിച്ച് ഈ കർഷകർക്ക് ഈ കാവേരി നദിയിലെ വെള്ളം ഉപയോഗിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ അവരുടെ ജീവനാഡി എന്ന് പറയുന്നത് കാവേരിയാണ്. ഈ അടുത്ത് കർണാടക സർക്കാർ ഈ അതിർത്തിയിൽ, തമിഴ്നാടിന് അതിർത്തിയിൽ മേക്കേദാട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു അണ കെട്ടാനുള്ള നീക്കങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. ഇതിനെ തമിഴ്നാട് സർക്കാർ വലിയ രീതിയിൽ എതിർക്കുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച അവിടെ ഇതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധമൊക്കെ ഉണ്ടായി. നിയമസഭയിൽ ഈ മേക്കേദാട്ട് പദ്ധതിക്കെതിരെ പ്രമേയം കൂടി പാസാക്കുകയും ചെയ്തു വിജയ് സർക്കാർ വന്നതിന് ശേഷം. ഇങ്ങനെയുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നു. അതോടൊപ്പം തന്നെ തമിഴ്നാട് ഒരു കാര്യം ആരോപിക്കുന്നു, ഈ മേക്കേദാട്ടിൽ കർണാടക ഈ അണ കെട്ടുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തികൾ രഹസ്യമായി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള ആരോപണങ്ങളൊക്കെ തമിഴ്നാട് സർക്കാർ ഉന്നയിച്ചിരുന്നു, അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിച്ചിരുന്നു. ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ ഒരു ചർച്ച നടക്കുന്നത്. ഏതായാലും ഇരു സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് വളരെ വൈകാരികമായി പ്രതികരിക്കുന്ന ഒരു വിഷയമാണ് കാവേരിയുമായി ബന്ധപ്പെട്ട്. പലപ്പോഴും വലിയ അക്രമങ്ങളിലേക്കൊക്കെ ഇത് പോയിട്ടുമുണ്ട്. കന്നഡ സംഘടനകളുടെ ഭാഗത്തുനിന്നാവട്ടെ തമിഴ് സംഘടനകളുടെ ഭാഗത്തുനിന്നാവട്ടെ വലിയ തരത്തിലുള്ള അക്രമങ്ങൾ മുൻകാലങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഏതായാലും അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി ഒരു മുൻകരുതൽ, അതുപോലെ ഈ വിഷയം രമ്യമായി പരിഹരിക്കൽ തുടങ്ങിയ കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഇപ്പോൾ രണ്ട് സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർ ഒന്നിച്ചിരുന്ന് ഈ വിഷയം ചർച്ച ചെയ്യാനുള്ള ഒരു രീതിയിലേക്ക് എത്തിയിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ഇടപെടലാണ്, നീക്കമാണ്. വർഷങ്ങളുടെ പഴക്കമുണ്ട് കാവേരി നദീജല തർക്കത്തിനുൾപ്പെടെ ഇരു സംസ്ഥാനങ്ങളും തമ്മിലുള്ള ബന്ധം വളരെ മോശമായ പല ഘട്ടങ്ങളും ഉണ്ടായതാണ്. തമിഴ്നാട്ടിനെ സംബന്ധിച്ച് തമിഴ്നാട്ടിലെ കാവേരി ഡെൽറ്റ മേഖലയിലെ ലക്ഷക്കണക്കിന് കർഷകരുടെ ഏറ്റവും വലിയ ജലസ്രോതസ്സാണ്. അവിടുത്തെ കൃഷി നിലനിൽക്കണമെങ്കിൽ കാവേരി ജലം അനിവാര്യമാണ്. അതേസമയം ബംഗളൂരു നഗരത്തിലുൾപ്പെടെ കുടിവെള്ളത്തിന് പോലും തികയാതെ വരുമ്പോൾ, മഴയും കുറയുമ്പോൾ എങ്ങനെ നൽകാൻ കഴിയും എന്നായിരുന്നു കർണാടകത്തിന്റെ വാദം. പക്ഷേ പിന്നീട് സുപ്രീം കോടതി ഉൾപ്പെടെ ഇടപെട്ടു, കേന്ദ്ര സർക്കാർ ഇടപെട്ടു. അതൊരു ദേശീയ സമ്പത്തായി കാവേരി നദീ ജലത്തെ പ്രഖ്യാപിക്കുകയും കോടതി നിർദ്ദേശം കൂടി കണക്കാക്കിക്കൊണ്ടുള്ള ഒരു വിഹിതമാണ് ഇപ്പോൾ തമിഴ്നാട് നൽകുന്നത്. അതിനിടയിലാണ് രാമനഗര ജില്ല, അതായത് തമിഴ്നാടുമായി അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന മേഖലയിൽ മറ്റൊരു അണക്കെട്ട്, മേക്കേദാതു അണക്കെട്ട് നിർമ്മാണവുമായി ഇപ്പോൾ കർണാടകം മുന്നോട്ട് പോകുന്നത്. അതിലും തർക്കം ഉയരുന്നതിനിടയിലാണ് ഇപ്പോൾ പ്രശ്നപരിഹാരത്തിന് ആദ്യ സ്റ്റെപ്പ് എന്ന നിലയിൽ ഇരു സംസ്ഥാനങ്ങളും തമ്മിലുള്ള ചർച്ചയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. കെ.ബി. ശ്രീധരനാണ് വിവരങ്ങൾ നൽകിയത്.